തെളിയുകയായി തിരുവൾത്താരയിൽ തിരുബലിക്കായി തിരുനാളങ്ങൾ ചൊരിയണമേ നിൻ കൃപനാഥ. വരമഴ ചൊരിയൂ ജഗദീശ. ബലിയായി ജീവിതമേകാൻ ഒരു ബലിയായി ജീവിതമേകാൻ. ബലിയും ബലിയാടും ബലിയർപ്പകനും നീ തന്നെ. ബലിയും ബലിയാടും ബലിയർപ്പകനും നീ തന്നെ. യേശുവേ എൻ നായക, യേശുവേ എൻ രക്ഷക, നിന്നോടൊന്നായി ചേർന്ന് എൻ ജീവിതമെല്ലാം നിൻ തിരുബലിപീഠത്തിൽ തെളിയുകയായി തിരുവൾത്താരയിൽ തിരുബലിക്കായി തിരുനാളങ്ങൾ ചൊരിയണമേ നിൻ കൃപനാഥ. വരമഴ ചൊരിയൂ ജഗദീശ. ബലിയായി ജീവിതമേകാൻ ഒരു ബലിയായി ജീവിതമേകാൻ. ബലിയും ബലിയാടും ബലിയർപ്പകനും നീ തന്നെ. യേശുവേ എൻ നായക, യേശുവേ എൻ രക്ഷക, നിന്നോടൊന്നായി ചേർന്ന് തരുന്നിതായൻ ജീവിതമെല്ലാം നിൻ തിരുബലിപീഠത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. കർത്താവ് ഗലീലി കടലിനരികെ സഹോദരന്മാരായ പത്രോസിനെയും അന്ത്രയോസിനെയും കാണുകയും അവരെ വിളിക്കുകയും ചെയ്തു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഹല്ലേലൂയ. ഇന്ന് വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ തിരുനാള് തിരുസഭ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. സുവിശേഷത്തിൽ അപ്പോസ്തലന്മാരുടെ ലിസ്റ്റിൽ പത്രോസ് കഴിഞ്ഞാൽ രണ്ടാമനായി വരുന്നത് അന്ത്രയോസാണ്. യോനായുടെ മൂത്ത പുത്രനാണ് അന്ത്രയോസ്. പത്രോസിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് അന്ത്രയോസ്. അപ്പൊ രണ്ടുപേരും സ്നാപ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു എന്നാ പറയുക. അപ്പൊ യോഹന്നാന്റെ സുവിശേഷ പ്രകാരം ശിമയോനെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത് അന്ത്രയോസാണ്. ഞങ്ങൾ മിശിഹായെ കണ്ടു എന്ന് പറയുമ്പോൾ ശിമയോൻ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ശിമയോനെ ഈശോയുടെ പക്കൽ കൊണ്ടുപോവുകയും ശിമയോൻ എന്ന പേര് പത്രോസാക്കി മാറ്റുന്നത് ഈശോയാണ്. ആദ്യമേ അന്ത്രയോസും ശിമയോനും എന്നായിരുന്നു അവിടെ പേര്. അന്ത്രയോസ് ശിമയോനെ ഈശോയുടെ പക്കൽ കൊണ്ടുപോകുമ്പോഴാണ് ഈശോ പറയുക, ഇന്നു മുതൽ നിന്റെ പേര് പത്രോസ്, പാറ എന്നായിരിക്കുമെന്ന് പത്രോസിന്റെ പേര് മാറ്റുന്നു. ഈശോ 5 അപ്പവും 2 മത്സ്യവും കൊണ്ട് 5000 പേര് തീറ്റിപ്പോറ്റുന്ന സമയത്ത് ഇവർക്ക് എവിടുന്ന് ഭക്ഷണം കൊടുക്കുമെന്ന് ഫിലിപ്പോസിനോട് ചോദിക്കുമ്പോഴാണ് അന്ത്രയോസാണ് നിർദ്ദേശിക്കുക, ഇവിടെ ഒരു ബാലന്റെ പക്കൽ 5 അപ്പവും 2 മീനുമുണ്ട് എന്ന് ഈശോയോട് എടുത്തു പറയുക അന്ത്രയോസാണ്. വജേഷ സഹോദരനായിരുന്നെങ്കിലും അനിയന്റെ കെയർ ഓഫിൽ ജീവിക്കുവാനാണ് അന്ത്രയോസ് ആഗ്രഹിച്ചിട്ടുള്ളത്. പത്രോസ്
നമ്മൾ സുവിശേഷത്തിൽ വായിക്കുക, പത്രോസ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അന്ത്രയോസ് എന്നാണ്. അപ്പോൾ അനുജൻ്റെ വ്യക്തിത്വത്തിൻ്റെ കീഴിൽ എളിമയോടുകൂടി നിൽക്കുവാൻ ജ്യേഷ്ഠൻ വളരെ വ്യക്തിത്വമുള്ളവനായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ പത്രോസിൻ്റെ നിർദ്ദേശങ്ങളും പത്രോസിൻ്റെ തീരുമാനങ്ങളും ഒക്കെ ജ്യേഷ്ഠനാണെങ്കിലും അനുജൻ്റെ നിർദ്ദേശങ്ങളെല്ലാം സ്നേഹത്തോടുകൂടി മറ്റ് അപ്പോസ്തലന്മാർക്ക് പ്രയാസമുണ്ടാക്കാത്ത രീതിയിലൊക്കെ ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലത ജ്യേഷ്ഠനായ അന്ത്രയോസിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ചില കുടുംബങ്ങളിലൊക്കെ ജ്യേഷ്ഠ സഹോദരന്മാർ തമ്മിൽ ആശയപരമായിട്ടുള്ള വഴക്കുണ്ടാകും, അല്ലേ? ഒരാൾ പറയുന്ന മറ്റൊരാൾ കേൾക്കാതിരിക്കുകയും പരസ്പരം. എന്നാൽ സ്നേഹത്തോടുകൂടി ഒരുമയോട് പോകുന്ന സഹോദരന്മാരുമുണ്ട്. അപ്പോൾ ഇവിടെ അന്ത്രയോസിൻ്റെ അനുജനോടുള്ള പരിഗണനയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മറവിൽ തണലായി ജീവിക്കുവാൻ അന്ത്രയോസ് ജ്യേഷ്ഠൻ ആഗ്രഹിക്കുന്നത് പോലെ നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സഹോദരൻ്റെ കെയറോഫിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ച ഒരു ജ്യേഷ്ഠൻ അതാണ്. അപ്പോൾ ആദ്യമ സഭയിലെ പെന്തക്കോസ്ത കഴിഞ്ഞിട്ട് അന്ത്രയോസ് ശ്ലീഹ സഭയുടെ തലവനായി എന്നാണ്. അപ്പം അദ്ദേഹത്തെ എക്സ് എന്ന കുരിശിലാണ് മതമർദ്ദന സമയത്ത് ചക്രവർത്തിമാർ. അപ്പോൾ അന്ത്രയോസ് ശ്ലീഹായുടെ ചിത്രം കാണുമ്പോൾ എക്സ് എന്ന കുരിശിലാണ് അദ്ദേഹം ഇങ്ങനെ. നമ്മൾ അർത്തുങ്കൽ പള്ളിയിൽ ബസിലിക്കായിൽ അന്ത്രയോസ് ശ്ലീഹായുടെ വലിയ രൂപമുണ്ട്. അപ്പോൾ അതിൽ എക്സ് എന്ന കുരിശിലാണ് അദ്ദേഹം. അപ്പോൾ എക്സ് എന്ന കുരിശിലാണ് അദ്ദേഹത്തെ തൂക്കിക്കൊന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബലിയിൽ പ്രത്യേകമായി അന്ത്രയോസ് ശ്ലീഹായുടെ മധ്യസ്ഥം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിൽ സഹോദരന്മാരെ ആശയപരമായിട്ട് വ്യത്യസ്തമാണെങ്കിലും എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള, മനസ്സിലാക്കാനുള്ള. അപ്പോൾ ഒരു വ്യക്തി എതിർത്തു, ഒരു വ്യക്തി വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാനൊക്കുമില്ല. അപ്പം ഒരുപക്ഷെ അദ്ദേഹത്തിലൂടെ ആ വ്യത്യസ്തമായ അഭിപ്രായത്തിലും ആശയത്തിലൂടെ ആയിരിക്കും ദൈവഹിതം നിറവേറുക. അപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളൊരാൾ എതിർക്കുന്നുവെങ്കിൽ എതിർക്കുന്നവൻ പുറത്ത്, അങ്ങനെയല്ല, എതിർക്കുന്നവരിലൂടെ ആയിരിക്കും നമ്മുടെ ആശയങ്ങൾ ഒന്നുകൂടി നവീകരിക്കപ്പെടുകയും കുടുംബത്തിന് നന്മയിലേക്ക് വരികയും ചെയ്യുക. അപ്പോൾ സഹോദരന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ, അതുപോലെ സ്ത്രീജനങ്ങളുടെ സഹോദരിമാരുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുവാനുള്ള മനോഭാവം, എല്ലാവരും ഒന്നു ചേർന്ന് പോകാനുള്ള, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുമ്പോഴൊക്കെ ആയിരിക്കും മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവുക. എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും ചോദിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കുടുംബത്തിലും സമാധാനമുണ്ട്. ബന്ധങ്ങളൊക്കെ, അല്ലേ? ഇപ്പം നമ്മളൊരു പ്രാവശ്യം ഒരു കല്യാണം അറിയിച്ചില്ലെങ്കിൽ ഇങ്ങോട്ടും അറിയിക്കത്തില്ല, പുതിയ തലമുറയ്ക്ക് ബന്ധം ഉണ്ടാകില്ല. അപ്പം ഇങ്ങനെ ഒരു ആൻറ്റി അവിടെയുണ്ട് എന്നറിയണമെങ്കിൽ ഈ ആൻറ്റി കല്യാണത്തിനൊക്കെ വന്ന് കുഞ്ഞുമക്കളെ കാണണം, അല്ലേ? രണ്ട് തലമുറ നമ്മൾ ഈ ബന്ധങ്ങളൊക്കെ അറിയിച്ചില്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് അറിയാനൊക്കുമില്ല. ഇങ്ങനെ ഒരു അമ്മമ്മ അവിടെയുണ്ട് എന്നറിയണമെങ്കിൽ, അല്ലേ, ഈ കുഞ്ഞ് അമ്മമ്മയുമായിട്ട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണം. അപ്പം കോവിഡ് കാലമാണ്, അപ്പം അറിയിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ വിവാഹ വിരുന്നൊക്കെ നടക്കുമ്പോൾ നമ്മൾ ബന്ധുക്കളെയൊക്കെ അറിയിക്കണം, ഇങ്ങനെ കല്യാണം നടക്കുന്നു, അല്ലേ? വരാനെത്തില്ലെങ്കിലും, അല്ലേ, പിന്നീട് വന്ന് കാണുക. അപ്പോൾ ഒരു തലമുറ നമ്മൾ അറിയിച്ചില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കുവരവ് നിൽക്കുമ്പോൾ അവരന്യരായി എന്നുള്ളതാണ്. പിന്നെ പുതിയ തലമുറയ്ക്ക് ആ ബന്ധം അറിയില്ല. അപ്പം അങ്ങനെ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകും. പിന്നെ പറയുക അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് നമ്മൾ പിന്നീടായിരിക്കും. ചരിത്രത്തിൻ്റെ, നമ്മുടെ ബന്ധത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ബന്ധനങ്ങളായി പോകും. അപ്പോൾ തലമുറ എപ്പോഴും നമ്മൾ കുഞ്ഞുമക്കളെയൊക്കെ ആൻറ്റിമാരെയും അങ്കിളുമാരെയും അപ്പൂപ്പന്മാരെയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കണം, ഇങ്ങനെ ഒരാൾ ഇവിടെയുണ്ട്, അല്ലേ? കുടുംബ ബന്ധത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ മുറിച്ചു കളയാൻ പാടില്ല. കുഞ്ഞുമക്കളെയൊക്കെ പ്രായമുള്ളവരെയൊക്കെ ചെന്ന് കാണുകയും ഇത് അപ്പൂപ്പനാണ് അല്ലെങ്കിൽ ഇത് അങ്കിളാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് പുതിയ തലമുറ ഈ പഴമക്കാരെയൊക്കെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നീട് അവരെ കാണാൻ പോവുകയും ചെയ്യുക. അപ്പം നമ്മൾ രണ്ട് തലമുറ ബന്ധപ്പെടാതിരുന്നാൽ ബന്ധങ്ങളെല്ലാം അറ്റുപോകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അന്ത്രയോസ് ശ്ലീഹായുടെ വിശാലത, സഹോദരനെ അംഗീകരിക്കുവാനും തീരുമാനത്തോട് ചേർന്ന് നിൽക്കുവാനും ഒക്കെ ഉള്ള ഹൃദയവിശാലത അന്ത്രയോസ്. അപ്പോൾ ആ പ്രത്യേക ഗുണം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കുടുംബജീവിതത്തിൽ. ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കുക, റൂബി ഡി കോത്ത, തേറാത്ത് ജോൺ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, പി എ ജോസഫ് പണിക്ക വീട്ടിൽ, ജെയിംസ് ഫബിയാൻ, മേരി ഫബിയാൻ എന്നിവരെ ആത്മശാന്തിക്ക് പ്രത്യേകം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിക്കാം. ദിവ്യരഹസ്യം ഒരുക്കത്തോടുകൂടി
കൊണ്ടാടുവാൻ നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്സ് വെച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെയും നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കനിയണമേ കനിയണമേ കർത്താവേ കനിയണമേ. ക്രിസ്തുവേ ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. ക്രിസ്തുവേ ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. കനിയണമേ കനിയണമേ കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങനെ അപ്പസ്തോലനായ വിശുദ്ധ അന്ത്രയൂസ് അങ്ങേ സഭയുടെ പ്രഭാഷകനും പരിപാലകനുമായിരിക്കുന്ന പോലെ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി നിരന്തര മധ്യസ്ഥനുമായി തീരുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യെശയ്യാ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ട്. എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിച്ചിരിക്കുന്നു. അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും. കർത്താവിൻ്റെ വചനം. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു.
അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. പ്രഘോഷണം. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഗലീലി കടൽ തീർത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവരെ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു. സെബരി പുത്രനായ യാക്കൂബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവിടുന്ന് വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹിഷ. ദേഹി ദേഹങ്ങളൻ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളൻ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. അപ്പവും വീഞ്ഞുമുയർത്തി എന്നെ അർപ്പണം ചെയ്യുന്നു ദേവാ. അപ്പവും വീഞ്ഞുമുയർത്തി എന്നെ അർപ്പണം ചെയ്യുന്നു ദേവാ. നിറവേറ്റി ഭൂവിലങ്ങേ മഹത്വം വളർത്താം. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാളിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാണിക്കകൾ വഴി ഞങ്ങൾ അങ്ങേക്ക് പ്രിയങ്കരരാകുവാനും സ്വീകരിക്കപ്പെട്ട കാഴ്ചകളിലൂടെ ഞങ്ങൾ ജീവസുറ്റവരാകുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം
അവസാനം പ്രത്യക്ഷത്തിൽ ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഈ രൂപം ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും
അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭൂരിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്വനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അവിടുന്ന് എന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവിടുന്ന് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അങ്ങനെ തിരുശരീരത്തെ
തിരുവോസ്തിയിൽ അങ്ങേ തിരുമുഖം കാണുമ്പോൾ ആത്മാവിലെന്താനന്ദം. കുദാശയായ ഉള്ളിൽ വരുമ്പോൾ എൻ ഹൃത്തിലെന്താനന്ദം. തിരുവോസ്തിയിൽ അങ്ങേ തിരുമുഖം കാണുമ്പോൾ ആത്മാവിലെന്താനന്ദം. കുദാശയായ ഉള്ളിൽ വരുമ്പോൾ എൻ ഹൃത്തിലെന്താനന്ദം. തിരുവോസ്തി രൂപാ യേശുവേ, വരുമോ എന്നുള്ളിൽ വസിക്കാൻ. തിരുവോസ്തി രൂപാ യേശുവേ, വരുമോ എന്നുള്ളിൽ വസിക്കാൻ. എന്നിൽ അലിഞ്ഞെൻ്റെ പ്രാണനിൽ നീയൊരു സ്നേഹസ്വരൂപനായി വാഴൂ. എന്നിൽ അലിഞ്ഞെൻ്റെ പ്രാണനിൽ നീയൊരു സ്നേഹസ്വരൂപനായി വാഴൂ. തിരുവോസ്തിയിൽ അങ്ങേ തിരുമുഖം കാണുമ്പോൾ ആത്മാവിലെന്താനന്ദം. കുദാശയായ ഉള്ളിൽ വരുമ്പോൾ എൻ ഹൃത്തിലെന്താനന്ദം. തിരുവോസ്തി രൂപാ യേശുവേ, വരുമോ എന്നുള്ളിൽ വസിക്കാൻ. തിരുവോസ്തി രൂപാ യേശുവേ, വരുമോ എന്നുള്ളിൽ വസിക്കാൻ. എന്നിൽ അലിഞ്ഞെൻ്റെ പ്രാണനിൽ നീയൊരു സ്നേഹസ്വരൂപനായി വാഴൂ. എന്നിൽ അലിഞ്ഞെൻ്റെ പ്രാണനിൽ നീയൊരു സ്നേഹസ്വരൂപനായി വാഴൂ. തിരുവോസ്തിയിൽ അങ്ങേ തിരുമുഖം കാണുമ്പോൾ ആത്മാവിലെന്താനന്ദം. കുദാശയായ ഉള്ളിൽ വരുമ്പോൾ എൻ ഹൃത്തിലെന്താനന്ദം. എൻ ഹൃത്തിലെന്താനന്ദം.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശയുടെ സ്വീകരണം ഞങ്ങളെ ശക്തരാക്കട്ടെ. അപ്പസ്തോലനായ വിശുദ്ധ അന്ത്രയോസിന്റെ മാതൃകയാൽ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവിടത്തോടുകൂടെ മഹത്വത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയുള്ള മാതാവേ, നിന്റെ സങ്കേതമായി ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ആരെയും ഒരുവനെ നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദൈവമുള്ള മാതാവേ, വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പസ്തോലനായ വിശുദ്ധ അന്ത്രയോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.